കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കുക, ഐ വിൽ പ്രേ വിത്ത് ദ സ്പിരിറ്റ്, ഐ വിൽ പ്രേ വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കും എന്നല്ല, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും. ബുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമെന്നല്ല, ബുദ്ധി ഉപയോഗിച്ച് പ്രാർത്ഥിക്കും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ബുദ്ധി എന്നുള്ള വാക്യത്തിന് അണ്ടർസ്റ്റാൻഡിങ് എന്ന ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില തർജ്ജമകളിൽ വിസ്ഡം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കുക, അതിന്റെ എബ്രായ പദം ചോക്മ എന്നൊരു പദമാണ്. ചോക്മ. ഞാനിവിടെ ചാറ്റിൽ താഴെ എഴുതാം. ചോക്മ, ഇതാണ് അതിന്റെ എബ്രായ വാക്ക്. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നോണം. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ പൗലൂസ് വിസ്ഡം അല്ലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന പദം പറയുമ്പോൾ ഈ എബ്രായ വാക്കാണ് അതിന്റെ റൂട്ട് വേർഡായിട്ട് വരുന്നത്. ചോക്മ. ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഖോ എന്നാണ് ഉപയോഗിക്കുന്നത്. KHO എന്ന് നമ്മൾ ഉച്ചരിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഉച്ചാരണം. ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ വായിച്ച ചോക്മ എന്നാണ് വായിക്കുന്നത്. പക്ഷെ എൻ്റെ ഉച്ചാരണം കെയിൽ തുടങ്ങണം. KHO അവിടെ തുടങ്ങണം. ഖോക്മ എന്ന് പറഞ്ഞാൽ വിസ്ഡം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള വാക്കിനാണ് അർത്ഥം. എങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കുക? ഇമ്മാനുവൽ കാന്ത് എന്ന് പറയുന്ന ഒരാളാണ്, ഒരു വലിയ ജർമ്മൻ എൻലൈറ്റ്മെന്റ് തിങ്കർ ആയിരുന്ന ഒരാളുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് ഇമ്മാനുവൽ കാന്ത്. ഒരു ജർമ്മൻ ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഫിലോസഫിയെ ക്രോഡീകരിച്ചത്. എല്ലാ ഫിലോസഫിക്കൽ തത്വങ്ങളെയും ക്രോഡീകരിച്ച മനുഷ്യൻ അതാണ്. അദ്ദേഹം വേദപുസ്തകത്തിന്റെ അകത്തും തിരുവചനത്തിന്റെ അകത്ത് പല വിശിഷ്ടമായ കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കണം. നല്ല തത്വസംഹിതകൾ നമുക്ക് നൽകി തന്നിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് വിസ്ഡം, എന്താണ് നോളജ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ അകത്ത് 20% ഫെയ്ത്ത് സ്റ്റേജ് ആണ്, 80% വിസ്ഡമാണ്. എന്ന് മനസ്സിൽ കുറിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. 20% ഫെയ്ത്ത് സ്റ്റേജ് എന്ന് പറയും. 80% നമ്മുടെ വിസ്ഡമാണ്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസമായി ലഭിച്ചത് അറിവിലേക്ക് മാറ്റണം. ദൈവമുണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസമായിരുന്നു, ഇപ്പോൾ അത് വിശ്വാസമല്ല, അത് നമ്മുടെ അറിവാണ്. ഒരിക്കൽ അത് നമുക്ക് വിശ്വാസമായിരുന്നു. ദൈവമുണ്ടോ? ഉണ്ട്. അതെന്താ? അതൊരു വിശ്വാസമായിരുന്നു. ദൈവം അനുഗ്രഹിക്കുമോ? അതൊരു വിശ്വാസമായിരുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? അതൊരു വിശ്വാസമായിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ അണ്ടർസ്റ്റാൻഡിംഗ് ആയി വിസ്ഡമായിട്ട് മാറ്റണം. ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു വിശ്വാസമല്ല, അതൊരറിവ്. അത് കേവലം ഒരറിവല്ല, അതെൻ്റെ എൻ്റെ ജീവിത തലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സത്യമാണ്, ദൈവം ഉണ്ട് എന്നുള്ളത്. അതിന് പറയുന്ന പേരാണ് ചോക്മ, അറിവ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഒരറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഫെയ്ത്ത് സ്റ്റേജിൽ നിൽക്കരുത്, വിസ്ഡം സ്റ്റേജിലേക്ക് നമ്മൾ പോകണം. അപ്പൊ വിസ്ഡമായി പരിണമിക്കാത്തതൊന്നും ശരിയായ വിശ്വാസവും അല്ല, അല്ലേ? വിസ്ഡമായി പരിണമിക്കാത്തതൊന്നും ശരിയായ വിശ്വാസമല്ല. അപ്പൊ എന്തെല്ലാം നമ്മൾക്ക് വിശ്വാസമായി ആദ്യകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ടോ, അതൊക്കെ ഇപ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, ഇപ്പോൾ നമ്മുടെ വിസ്ഡം ആയിരിക്കണം, ചോക്മ ആയിരിക്കണം. ഈ കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. തിരുവചനം അല്പസമയത്തേക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് ലോകത്തിൽ കൂടെ ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ ഓടിച്ചേ.
ലോകത്തിൽ ദൈവം ഉപയോഗിച്ച ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞവരാണ്. പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞവരാണ്. മെർലിൻ ആൻഡ് ട്രേസി എന്ന് പറയുന്ന കണ്ണു കാണാൻ വയ്യാത്ത രണ്ട് പെൺകുട്ടികളാണ് ലോകത്തിലെ ആദ്യത്തെ മ്യൂസിക് ബാൻഡ് തുടങ്ങിയത്. അവർ ചർച്ചിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്വരം നല്ല നല്ല സൗന്ദര്യമുള്ളതാണല്ലോ, പാടുവാനുള്ള ഒരു കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കാണുവാനുള്ള കഴിവ് തന്നില്ലെങ്കിൽ പാടുവാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചു. അവരാണ് ലോകത്തിലെ ആദ്യത്തെ മ്യൂസിക് ബാൻഡ് തുടങ്ങിയത്, മെർലിൻ ആൻഡ് ട്രേസി. അവരുടെ പാട്ടുകളാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാസറ്റുകൾ ഒരു കാലത്ത് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. മെർലിൻ ആൻഡ് ട്രേസി നമുക്കൊക്കെ അറിയാം അല്ലേ? ഡോക്ടർക്ക് അറിയാം, ഡോക്ടർ ഗ്രേസിന് അറിയാം. ലോകത്തിൽ ആദ്യം വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാന്നറിയാമോ? ഡോക്ടർ പോയോ അല്ലേ? വൈദ്യശാസ്ത്രത്തിൽ ആനി സിസ്റ്ററെ അല്ലെ, വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയത് ഡോക്ടർ പോൾ ആർലിച്ച് എന്ന് പറയുന്ന ഒരാൾക്കാണ്. ഡോക്ടർ പോൾ ആർലിച്ച് 1904 അദ്ദേഹം ഒരു നല്ല വിശ്വാസിയായിരുന്നു, നല്ലൊരു വിശ്വാസിയായിരുന്നു. 605 പ്രാവശ്യം അദ്ദേഹം തന്റെ പരീക്ഷണശാലയിൽ പരീക്ഷിച്ചിട്ട് 606ാമത്തെ പ്രാവശ്യമാണ് തന്റെ പരീക്ഷണത്തിൽ വിജയിച്ചത്. അതും 11ാമത്തെ വർഷം. അദ്ദേഹം ദൈവസേനയിൽ വീണ് കിടന്ന് കരഞ്ഞു. 605 പ്രാവശ്യം തന്റെ പരീക്ഷണശാലയിൽ പരാജയപ്പെട്ടപ്പോഴും 11 വർഷം കഴിഞ്ഞപ്പോഴും അദ്ദേഹം ദൈവസേനയിൽ വീണ് കിടന്ന് കരഞ്ഞു. ഞാൻ എൻ്റെ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല, ഞാൻ ഒരു പരാജിതനാണ്. അദ്ദേഹം നിലവിളിച്ചു, ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു പ്രാവശ്യവും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. ആ മനുഷ്യനാണ് 11ാമത്തെ വർഷം 606ാമത്തെ പരീക്ഷണം കഴിഞ്ഞ് അതൊരു വലിയ കണ്ടുപിടുത്തവുമായി പുറത്തേക്ക് വന്നപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞൊരു ഫ്രേസ് ആണ് പ്രസംഗിക്കുന്ന ആളുകളെല്ലാം ഇപ്പോഴും ഉപയോഗിക്കുന്ന, പുട്ട് ഗോഡ് ഫസ്റ്റ്. കേട്ടിട്ടില്ലേ? പുട്ട് ഗോഡ് ഫസ്റ്റ്. അദ്ദേഹം പറഞ്ഞ ഫ്രേസ് അത്. ലോകത്തിലെ പ്രസംഗിക്കുന്ന ആളുകളെല്ലാം ഈ വാക്കുകൾ പറയാറുണ്ട്, പുട്ട് ഗോഡ് ഫസ്റ്റ്. അത് ഡോക്ടർ പോൾ ആർലിച്ചിന്റെ ഒരു പ്രൊവേർബാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഈ നോബൽ പ്രൈസ് ഉണ്ടായത് തന്നെ നിങ്ങൾക്കറിയാം. ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത പത്രത്തിൽ വന്നു. അപ്പം അദ്ദേഹം ഈ ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആളാണ്, മൈൻ കണ്ടുപിടിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പരീക്ഷണശാല കത്തിപ്പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ കത്തിപ്പോയ തന്റെ ലാബ് കാണാനായിട്ട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ മുട്ടിയിട്ട് ഒരു കുപ്പി മറിഞ്ഞുപോയി. ആ കുപ്പിക്കകത്ത് നൈട്രോഗ്ലിസറിൻ ആസിഡ് ആയിരുന്നു. ആ നൈട്രോഗ്ലിസറിൻ ആസിഡ് മറിഞ്ഞു പോയിട്ട് നിലത്ത് കിടന്ന കീസർഗൽ എന്ന് പറയുന്ന മണ്ണുമായിട്ട് കൂടിക്കലർന്നിട്ട് മറ്റൊരു വസ്തുവായി പരിണമിച്ചു. അത് അത്യുഗ്ര ശേഷിയുള്ളൊരു മറ്റൊരു വസ്തുവായിട്ടത് മാറിപ്പോയി. ആ വസ്തുവും വെടിമരുന്നും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഡൈനാമിറ്റ് താൻ കണ്ടുപിടിക്കുന്നത്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചിട്ട് വലിയ സന്തോഷത്തോടെ അദ്ദേഹം ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് തൻ്റെ മരണ വാർത്ത പത്രത്തിൽ വരുന്നു. അത് അദ്ദേഹം തന്നെ വായിക്കുക. പത്രക്കാർ തെറ്റി അത് പബ്ലിഷ് ചെയ്ത തൻ്റെ സഹോദരനായിരുന്നു മരിച്ചത്, പക്ഷേ ഈ ആൽഫ്രഡ് നോബലാണ് മരിച്ചതെന്നും കരുതിയാണ് ആ പത്രവാർത്ത അവർ കൊടുത്തത്. അപ്പൊ അതിന് തലക്കെട്ടിൽ എഴുതിയിരുന്നു, ഈസ് ദ മർച്ചന്റ് ഓഫ് ദ ഡെത്ത്. മർച്ചന്റ് ഓഫ് ദ ഡെത്ത്, മരണത്തിന്റെ വ്യാപാരി മരിച്ചിരിക്കുന്നു എന്ന് തലക്കെട്ടോടുകൂടി അത് പ്രസിദ്ധീകരിച്ചു. ഇത് വായിച്ച് ഈ മനുഷ്യന് ഭയങ്കര വിഷമം തോന്നി. അയ്യോ, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ലോകം എന്നെ അറിയുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ, മരണത്തിന്റെ വ്യാപാരി. അദ്ദേഹം ഭയപ്പെട്ടു പോയി. അദ്ദേഹം തനിക്കുള്ള മുഴുവൻ സ്വത്തും ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന്റെ പേരിലാക്കിയിട്ട് സമാധാനത്തിന്റെ നോബലും കണ്ടുപിടുത്തത്തിലുള്ള നോബൽ പ്രൈസുകൾക്കും കൊടുക്കാനായിട്ട് ആ സ്വത്ത് വേർതിരിച്ചു. അങ്ങനെയാണ് ആൽഫ്രഡ് നോബൽ പ്രൈസ് കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനം അദ്ദേഹം കൊണ്ടുവന്നു. ആൽഫ്രഡ് നോബൽ അദ്ദേഹം നല്ല വിശ്വാസിയായിരുന്നു. ആൽഫ്രഡ് നോബൽ നല്ലൊരു വിശ്വാസിയായിരുന്നു.
നിങ്ങൾ ഈ പെട്രോൾ പമ്പിൽ പോയി ഡീസൽ അടിക്കാറുണ്ടല്ലോ അല്ലേ? വാഹനത്തിന് ഒക്കെ ഡീസൽ അടിക്കാറില്ല. നിങ്ങളുടെ കാറിന്, വാഹനത്തിന്, ജീപ്പിന്, വാഹനങ്ങൾക്കൊക്കെ ഡീസൽ അടിക്കുമല്ലോ. അതൊരു വിശ്വാസിയുടെ പേരാ, അതൊരു സാധനമല്ല. കേട്ടിട്ടുണ്ടോ? ആ, ഇല്ലേ, കേട്ടിട്ടില്ലേ? യോ, ഡീസൽ എന്ന് പറയുന്ന വസ്തു അതൊരു സാധനമായിട്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അത് ഒരാളിന്റെ പേരാ, ഒരു വിശ്വാസിയുടെ പേരാണത്. എന്താ മുഴുവൻ പേര്? റൂഡോഫ് ക്രിസ്ത്യൻ കാൾ ഡീസൽ. അതാ മുഴുവൻ പേര്, റൂഡോഫ് ക്രിസ്ത്യൻ കാൾ ഡീസൽ. അതാ മുഴുവൻ പേര്. അതിൻ്റെ അകത്തിന് ഡീസൽ എന്നുള്ള പേര് മാത്രം മാറ്റിയെടുത്തിട്ടാണ് ഈ ഡീസൽ അടിച്ചു കൊടുക്കുന്നത്. ഈ അദ്ദേഹം ഒരു ഒരു ജർമ്മനിയിലുള്ളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു, നല്ലൊരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ശുദ്ധീകരിക്കാത്ത പെട്രോള്, ശുദ്ധീകരിക്കാത്ത ഇന്ധനം തൻ്റെ വാഹനത്തിനകത്ത് ഒഴിച്ചു. ശുദ്ധീകരിക്കാത്ത ഇന്ധനം വാഹനത്തിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിലായ, അയ്യോ, ഞാൻ തെറ്റായിട്ടുള്ള ഒരു ഇന്ധനമാണല്ലോ അതിൻ്റെ അകത്ത് ഒഴിച്ചത്. അദ്ദേഹം ആ ഇന്ധനം മാറ്റാതെ വാഹനത്തിന്റെ പാർട്സുകൾ മാറ്റി 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 കൊണ്ടുവന്നിട്ട് കണ്ടുപിടുത്തത്തിൽ കൂടെ ആ ശുദ്ധീകരിക്കാത്ത ഇന്ധനം കൊണ്ട് ആ വസ്തു പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശുദ്ധീകരിക്കാത്ത ഇന്ധനം കൊണ്ട് തൻ്റെ ആ മോട്ടർ അങ്ങ് വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഇന്ധനത്തിന് തൻ്റെ പേരങ്ങ് കിട്ടും. അതാ ഡീസൽ. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ചെന്ന് അല്ലെങ്കിൽ വാഹനത്തിന് പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞേക്കണം. അതൊരു പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഒരിക്കലും മറക്കരുത്. ഡീസൽ എന്ന പേര് കേൾക്കുമ്പോൾ, പെട്രോൾ, ഡീസൽ എന്ന പേര് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ JCB ഇല്ലേ? ഇത് കണ്ടിട്ടില്ലാത്തൊരു കുറവായിരിക്കും. JCB കണ്ടിട്ടില്ലേ? അയ്യോ, കണ്ടിട്ടുണ്ട്. JCB ഈ മണ്ണുമൊക്കെ തോണ്ടി മാറ്റുന്ന സാധനം. ഉണ്ട്. ഞാന് ഒരിക്കൽ എൻ്റെ നാട്ടിലെ വീട്ടിലെ പറമ്പില് കുറച്ച് വർക്കുണ്ട്. അപ്പൊ ഈ JCB കയറി വരാനായിട്ട് ഞാൻ ഒരു വഴി വെട്ടിയുണ്ടാക്കി. 2 ദിവസം ആളുകളെ നിർത്തി വഴി വെട്ടിയുണ്ടാക്കി ഇങ്ങനെ കാത്തിരുന്നപ്പോൾ JCB ഉണ്ട് വേറെ വഴിയെ കൂടെയൊക്കെ കയ്യാലെയൊക്കെ നടന്നു കയറി വീട്ടിൽ വന്നു. അതാ JCB. ഈ JCB എന്നുള്ള ഫുൾ ഫോം എന്നാണെന്നറിയാമോ? ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗൂഗിളിൽ നോക്കി അറിയാം. JCB എന്നുള്ളതിന്റെ ഫുൾ ഫോം ഒന്ന് അടിച്ചു നോക്കിയാൽ ജോസഫ് എന്നുള്ളൊരു പേരാ കിട്ടുന്നത്. ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന ആ പേരിന്റെ അർത്ഥം. അതിന് ചുരുക്കെഴുത്താ JCB. എന്താ? ജോസഫ് സിറിൽ ബാംഫോർഡ്, അതിന്റെ ചുരുക്കെഴുത്താ JCB. അപ്പൊ JCB എവിടെയും കണ്ടാൽ ജോസഫ് സ്തോത്രം എന്ന് പറയണം. ഇംഗ്ലണ്ടിൽ ആക്രി വിറ്റ് നടന്ന, ഇംഗ്ലണ്ടിന്റെ തെരുവീതിയിൽ കൂടെ ആക്രി വിറ്റ് പെറുക്കി നടന്ന ഒരു ചെറുപ്പക്കാരൻ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലിരുന്ന് മുട്ടുകൂത്തിയിരുന്ന് ദൈവത്തോട് നിലവിളിച്ചു. കാരണം തന്റെ കമ്പനിയും തന്നെ പിരിച്ചുവിട്ടു. തനിക്ക് പിന്നെ ജോലിയില്ലാതിരുന്നപ്പോൾ താൻ ആക്രി പെറുക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. ആക്രി പെറുക്കി വിറ്റ് ജീവിച്ച് അദ്ദേഹം മടുത്തു. അവസാനം ഒരു ചർച്ചിൽ അദ്ദേഹം പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഇംഗ്ലണ്ടിലെ ബാംഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ അദ്ദേഹം പോയിരുന്ന് മുട്ടുകുത്തിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ ചർച്ചിന്റെ ഭിത്തിയിൽ ഇപ്പോഴും ആ ചരിത്രം എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇംഗ്ലണ്ടിൽ പോകുമ്പം ആ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒന്ന് പോകണം. ആ ഭിത്തിയിൽ ഷേക്സ്പിയർ പോയിക്കൊണ്ടിരുന്ന ചർച്ച, ആ ഭിത്തിയിൽ അത് എഴുതിയിട്ടിട്ടുണ്ട്, ഈ JCBയുടെ ചരിത്രം. അവിടുന്നാണ് ഞാനിത് കണ്ടെടുത്തത്. അദ്ദേഹം മുട്ടുകുത്തിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഭാവി എന്തായിത്തീരും? ഈ ആക്രി വിറ്റ് പെറുക്കി നടന്ന് ഞാൻ എന്തായിത്തീരും? അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവം ബുദ്ധി കൊടുത്തു. അദ്ദേഹം ഈ ലോഹക്കഷ്ണങ്ങളൊക്കെ കൂട്ടി വെൽഡ് ചെയ്ത് വിറ്റ് ചെയ്ത് ഓരോരോ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇന്ന് കാണുന്ന JCB. ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ JCBയുടെ കമ്പനിയും അതിന്റെ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നുണ്ട്. അപ്പൊ എവിടെങ്കിലും JCB കണ്ടാൽ ജോസഫേ സ്തോത്രം എന്ന് പറയണം. പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഡീസൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. JCB
പ്രാർത്ഥനയുടെ മറുപടിയാണ്. നമുക്കറിയാം, ഫ്രഞ്ച് യൂണിയനെ ഭരിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ചീത്തയായ സ്ത്രീയുടെ ഒരു 6ാമത്തെ പുത്രനാണ്. അപ്പൻ ആരാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരിക്കൽ വഴിയിലേക്ക് ഇറങ്ങിയിട്ട് കൈനോട്ടക്കാരനെ കൊണ്ട് കൈ കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ ഭാവി എന്തായി തീരും ഒന്ന് പറയാൻ പറഞ്ഞു. കൈയുടെ രേഖകൾ നോക്കിയിട്ട് അവിടെ ഇരുന്ന ആള് പറഞ്ഞു, അയ്യോ നിനക്ക് ഭാവിയൊന്നും ഇല്ലല്ലോ, നിന്റെ അപ്പന്റെ പേരെന്താ? അദ്ദേഹത്തിന് അറിയത്തില്ല അപ്പന്റെ പേരെന്തെന്ന്. ഓടിച്ച അന്ന് അമ്മയോട് എന്ന് പറഞ്ഞു. അമ്മ ഒരു മരിയ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ലേഡിയായിരുന്നു. അവര് പറഞ്ഞു, വഴിയിലിരിക്കുന്നവരാണോ നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്? നീയും നിന്റെ ദൈവവും കൂടെ കൂടിയാൽ ലോകത്തിൽ ആർക്കുമില്ലാത്ത ഭാവി നിനക്കുണ്ടാകും എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ നെപ്പോളിയൻ ഇരുന്നോണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചിട്ട് ഒരു ബ്ലേഡ് എടുത്തിട്ട് നല്ല ഭാവി ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ഉണ്ടാകുന്ന രേഖകൾ ബ്ലേഡ് കൊണ്ട് കീറി ഉണ്ടാക്കിയിട്ട് രക്തം വമിക്കുന്ന കൈത്തണ്ടകളുമായി കൈനോട്ടക്കാരന്റെ അടുക്കൽ പോയി പറഞ്ഞ വാക്ക് ലോകപ്രസിദ്ധമാണ്. ലുക്ക് ജിപ്സി ലുക്ക്, ഐ ചേഞ്ച് മൈ ഡെസ്റ്റിനി, നോട്ട് യു. ഞാനും എൻ്റെ ദൈവവും കൂടെ എൻ്റെ ഭാവിയെ മാറ്റിമറിച്ചിരിക്കുന്നു, നീയല്ല എൻ്റെ ഭാവി പറയുന്നത്. ആ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് ലോകത്തിൽ ഏറ്റവും വലിയ ചക്രവർത്തിയായിട്ട് ഫ്രാൻസിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ അടക്കി ഭരിച്ചത്. 51 വയസ്സിനകത്ത് 51ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് സെന്റ് ഹെലീന ഐലൻഡിൽ വെച്ച് ഒരു ചെറിയ പാറയിൽ ഇരുന്നിട്ട് അദ്ദേഹം മരിക്കുന്നത്. സ്തോത്രം. അദ്ദേഹം ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യനായിരുന്നു, ലോകത്തെ കീഴ്മേൽ മറിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇതൊക്കെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥനയുടെ മറുപടിയാണ്. ചരിത്രങ്ങൾ വായിക്കണം. തിരുവചന ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ കൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ലോക ചരിത്രത്തിലെ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ആളുണ്ടായിരുന്നു. തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കണം. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച ആള്, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അല്ലേ? അലക്സാണ്ടർ ഗ്രഹാം എന്ന് പറയുന്ന ആളാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ടെലിഫോൺ കണ്ടുപിടിച്ചത്. സ്തോത്രം. അതുപോലെ തന്നെ ചാൾസ് എന്ന് പറയുന്ന ഒരാളാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. എല്ലാ കണ്ടുപിടുത്തത്തിന്റെയും പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ലോകം സഞ്ചരിക്കുന്നത് തന്നെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ്. വിശുദ്ധ വേദപുസ്തകവും അത് നമ്മോട് പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ പോകുന്നില്ല. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ റൂട്ട് വേർഡായിട്ട് ഞാൻ പറഞ്ഞത് പലാൽ എന്നൊരു വാക്കാണ്. പലാൽ എന്ന റൂട്ട് വേർഡ് ഉണ്ടാകുന്നത് തന്നെ ഞാനത് സ്ക്രീനിൽ കാണിക്കാം, ശ്രദ്ധിക്കുക. കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പലാൽ എന്ന വാക്ക്, അതിന്റെ വാക്കുകളൊക്കെ ഇരിക്കുന്നത് കണ്ടോ? ആ വാക്കുകൾ ഇരിക്കുന്നതനുസരിച്ചാണ് പ്രാർത്ഥനയുടെ ഭാവം എബ്രായ ഭാഷയിൽ മാറുന്നത്. പോസ്റ്റേഴ്സ് ഓഫ് പ്രെയർ. പേ എന്ന വാക്ക്, ആ വാക്ക് തന്നെ ഒരാളിങ്ങനെ മുട്ടുമടക്കി ഇരിക്കുന്നത് പോലെ ഒരു വാക്കാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ബൗ ഡൗൺ അല്ലെങ്കിൽ കുമ്പിടുക എന്നൊരു അർത്ഥം അതിനകത്ത് വരുന്നത്. പലാൽ എന്ന വാക്കിന്റെ അർത്ഥം സ്പീക്കിംഗ് ടു ദി ഹയർ അതോറിറ്റി, ഉന്നത അധികാരിയോട് സംസാരിക്കുക. അതിൻ്റെ ഒരു പ്രവൃത്തിയാണ് പക എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞത്. പക എന്ന് പറഞ്ഞാൽ പഴുക്കാത്ത കായ, ഉപയോഗശൂന്യമായത്, യാതൊന്നിനും കൊള്ളാത്തത്. അതിനെ പ്രയോജനപ്രദമാക്കുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. പ്രയോജനരഹിതമായതിനെ പ്രയോജനപ്രദമാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. സ്തോത്രം. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഇന്ന് രണ്ടാമത്തെ വാക്ക് ഞാൻ പറയുകയാണ് അവോത്ഥ. ഈ സ്ക്രീൻ കാണാൻ കഴിയുന്നു വിചാരിക്കുന്നു. കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. അവോത്ഥ. അവോത്ഥ ഈ വാക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, സ്ക്രീൻഷോട്ട് എടുക്കാം. മൊബൈൽ ഉള്ളവർക്ക് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. എബ്രായ ഭാഷയിൽ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വാക്ക്. ഒന്നാമത്തെ വാക്ക് എന്താണ്?
പലാൽ. പലാലിന്റെ അർത്ഥം എന്താണ്? സ്പീക്കിംഗ് ടു ദി ഹയർ അതോറിറ്റി, ഉന്നത അധികാരിയോട് സംസാരിക്കുക. അതിന്റെ പ്രവൃത്തിയാണ് പക് ആ. പക് ആ. രണ്ടാമത്തെ വാക്കാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ വാക്ക് അവോധ എന്നൊരു വാക്കാണ്. അവോധ. ഞാൻ പറഞ്ഞ എബ്രായ ഭാഷ കൂടുതലും അതിന്റെ ഫോണോളജി തൊണ്ടയിൽ നിന്ന്. അപ്പൊ അവോധ, തൊണ്ടയിൽ നിന്ന് പറയണേ. പറഞ്ഞേ അവോധ. അവോധ അവോധ എന്ന വാക്കിന്റെ അർത്ഥം വർക്ക് വിത്ത് എ റോ മെറ്റീരിയൽ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻടു എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്നാണ്. എന്താണ്? വർക്ക് വിത്ത് എ റോ മെറ്റീരിയൽ, ഒരു അസംസ്കൃത വസ്തുവിൽ പ്രവർത്തിക്കുക. എന്നിട്ട് എങ്ങനെയാ? കൺവേർട്ട് ഇറ്റ് ഇൻടു എ റിഫൈൻഡ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതിനെ മറ്റൊരു വസ്തുവായി, പ്രയോജനമുള്ള മറ്റൊരു വസ്തുവായി രൂപാന്തരപ്പെടുത്തുക. അതിന് പറയുന്ന പേരാണ് അവോധ. കുശവൻ കളിമണ്ണിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു കുശവൻ കളിമണ്ണിൽ കളിമണ്ണ് കൊണ്ട് നല്ലൊരു പാത്രം ഉണ്ടാക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു റോ മെറ്റീരിയല്, ഒരു അസംസ്കൃത വസ്തു നന്നായി പ്രവർത്തിപ്പിച്ചിട്ട് അതിനെ പ്രയോജനമുള്ള മറ്റൊരു വസ്തുവായി കൺവേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. പ്രാർത്ഥന. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരവസ്ഥയിലായിരിക്കാം. പ്രയോജനരഹിതമായ, കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയ, അല്ലെങ്കിൽ യാതൊരു രൂപവുമില്ലാത്ത ഒരു വസ്തുവുമായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അതിനെ നന്നായി രൂപഭാവമുള്ള, പ്രയോജനപ്രദമുള്ള മറ്റൊരു വസ്തുവായി അതിനെ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. പ്രാർത്ഥന. ഒരു സ്തോത്രം പറയാം. യെശയ്യാ പുസ്തകം 61 അധ്യായം 3 വാക്യവും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് വായിച്ചത്. യെശയ്യാ പുസ്തകം 61 അധ്യായം 3 വാക്യം ഒന്ന് വായിക്കാമോ? സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിശുദ്ധ മനസ്സിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശത്തെ കുറിച്ച് വർണ്ണിക്കുന്ന വാക്യങ്ങളാണത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം ഞാൻ അടർത്തിയെടുക്കുക. 6 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം അടർത്തിയെടുക്കുക. എന്താണ്? സിയോനിലെ ദുഃഖിതന്മാർക്ക് അവരുടെ വെണ്ണീറിന് പകരം അലങ്കാരമാല കൊടുക്കും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ടു ഗീവ് ബ്യൂട്ടി ഫോർ ആഷസ്. ചാരത്തിനും സൗന്ദര്യം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലെ? ചാരത്തിന് എന്തെങ്കിലും സൗന്ദര്യമുണ്ടോ? ഏത് നിറത്തിലുള്ള വസ്തു കത്തി നശിച്ചാലും ഒരു നിറമായിരിക്കും. അല്ലെ? ഏത് വസ്തു കത്തി നശിച്ചാലും, ഏത് നിറത്തിലുള്ള വസ്തു കത്തി നശിച്ചാലും ഒരു നിറമായിരിക്കും. ചാരം കണ്ടിട്ട് എന്താണ് കത്തിയതെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. കടലാസാണോ കത്തിയത്? കരിയിലയാണോ കത്തിയത്? മേശയാണോ കത്തിയത്? കസേരയാണോ കത്തിയത്? ഇതൊന്നും ചാരം കണ്ട് തിരിച്ചറിയാൻ കഴിയത്തില്ല. നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല ഇത് എന്താ കത്തിപ്പോയെന്ന്. ചാരമായി പോയി. പക്ഷെ ആംപ്ലിഫൈഡ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? ചാരമായി പോയാലും പ്രശ്നമില്ല. ആ ചാരം വാരിയെടുത്ത് സൃഷ്ടിതാവിന്റെ കയ്യിൽ കൊടുത്താൽ ആ ചാരത്തിൽ നിന്ന് ഏത് വസ്തുവാണോ കത്തി നശിച്ചത് അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. ഏത് വസ്തുവാണോ കത്തി നശിച്ചത് അതിനെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ആ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, അവോധ. സ്തോത്രം. മടക്കി തരുവാൻ കഴിയും. അസംസ്കൃത വസ്തുവിനെ ദൈവത്തിന്റെ കയ്യിൽ എടുത്തു കൊടുക്കുക. പ്രയോജനരഹിതമായതിനെ, കത്തിപ്പോയതിനെ, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോയെങ്കിൽ സാരമില്ല, അതിനെ വാരിയെടുത്ത് സൃഷ്ടാവിന്റെ കയ്യിൽ മടക്കി കൊടുത്താൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവം
അതിനെ സൃഷ്ടി ചെയ്ത് നമ്മുടെ കയ്യിൽ മടക്കി തരും. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അവോത്ഥ. മനസ്സിലായോ? എന്ന് പറഞ്ഞേ, അവോത്ഥ. AVODAH, അവോത്ഥ. ഇപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്പിരിറ്റോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്പിരിറ്റോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കയ്യിൽ ഒരു വസ്തു കത്തി നശിച്ചു, പ്രയോജനരഹിതമായി, അത് വെറും ശൂന്യമായി മാറി, ഒരു പ്രതീക്ഷയും ഇനി ബാക്കിയില്ല എന്ന് തോന്നുന്നിടത്തും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതാണ് പ്രാർത്ഥന. സ്തോത്രം. ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ടും ആ കുട്ടിയെ പ്രവാചകന്റെ കട്ടിലിൽ കിടത്തിയിട്ട പ്രവാചകന് വേണ്ടി ഒരു വിധവ ഒരു സ്ത്രീ കാത്തിരിക്കുന്നു. അവോഥ. സ്തോത്രം. അവോഥ. നാറ്റം വെച്ച് തുടങ്ങി എന്ന് പൊതുസമൂഹം പറയുമ്പോഴും അവനെ വെച്ചതെവിടെ എന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ത്രീ. അവനെ വെച്ചതെവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ ചൂണ്ടിക്കാണിക്കുക, ഇതാ ഇവിടെ വെച്ചത്, ഇതാ ഇവിടെ, ഇവിടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഏത് പ്രതീക്ഷയില്ലാത്തിടത്തും പ്രതീക്ഷയുണ്ട്. അതാണ് അവോത്ഥ എന്ന് പറയുന്നത്. അതാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ റൂട്ട് വേർഡ്. സ്തോത്രം. ദൈവം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് കാണാതെ പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് കാണാതെ പറഞ്ഞേ. ആദിയിൽ താഴോട്ടുള്ള വാക്യം വായിച്ചു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അത് യോഹന്നാൻ 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യം അവിടെ വളരെ ശൂന്യമായും ഇരുന്നു. അത് ശ്രദ്ധിക്കണേ. ആ 2 വാക്യങ്ങൾ കണക്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഈ 2 വാക്യങ്ങളുടെ ഇടയിൽ കോടാനുകോടി വർഷങ്ങളുടെ ഇടവേളയുണ്ട്. കോടാനുകോടി വർഷങ്ങളുടെ ഇടവേളയുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായിരുന്നു. കോടാനുകോടി വർഷങ്ങളുടെ ഇടവേളയുള്ള വാക്യങ്ങളാണത്. അതിൻ്റെ ഇടയ്ക്കുള്ള കാര്യം എഴുതിയിട്ടില്ല. അപ്പം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയി പോയി. ഭൂമി പാഴും ശൂന്യവുമായി പോയി. POC ബൈബിൾ, കാതലിക്സിന്റെ POC ബൈബിളിൽ അതിന്റെ ശരിക്കുള്ള തർജ്ജമ കിടപ്പുണ്ട്. ഭൂമി രൂപരഹിതവും ശൂന്യവുമായി പോയെന്ന് എഴുതിയിരിക്കുന്നു. രൂപരഹിതമായി പോയി. അങ്ങനെ തന്നെ ഇംഗ്ലീഷില് ദ എർത്ത് വാസ് വിത്തൗട്ട് ഫോം ആൻഡ് വോയിഡ്. ഭൂമി അതിന്റെ ഫോം രൂപരഹിതമായി പോയി. കരിഞ്ഞ് കത്തിച്ചാമ്പലായ ഷെയ്പ്പ്ലെസ് ആയ ഒരു ഭൂമിയായി പോയി. ഇപ്പൊ ദൈവം എന്ത് ചെയ്തു? ആ കത്തിച്ചാമ്പലായി പോയ രൂപരഹിതമായ ഭൂമിയെ ദൈവം നോക്കുക. അതിന് ഷെയ്പ്പില്ല, രൂപമില്ല, പാഴാണ്, ശൂന്യമാണ്. അതിനെ നോക്കിക്കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതിൽ സൃഷ്ടിക്കുവാൻ ആരംഭിച്ചു. ദൈവം പറയുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു. വെളിച്ചം ഉണ്ടായി. ഈ പഠനത്തിലായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും പഠനത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതുകൊണ്ട് ഒരു കാര്യം പറയാം. നമ്മളിൽ ആരെങ്കിലും ആയിരുന്നു ദൈവമെങ്കിൽ മറ്റൊരു ഭൂമി അപ്പുറത്തോട്ട് മാറ്റി സൃഷ്ടിക്കുമായിരുന്നു. കാരണം ഇത് ഭൂമി പാഴ് ശൂന്യമായിപ്പോയി. ഇത് കത്തിക്കരിഞ്ഞു പോയി. ഇത് പാപാധിഷ്ഠിതമായി പോയി. പാപത്തിന്റെ അതിപ്രസരം അതിൻ്റെ അകത്ത് വന്നുപോയി. ഇനി ഈ ഭൂമിയിൽ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പുറത്തോട്ട് മാറ്റി വേറൊരു ഭൂമി ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു. ഇഷ്ടംപോലെ ഇടയല്ലേ കിടക്കുന്നത്, ഇഷ്ടംപോലെ ഇട കിടക്കുക. ദൈവം നിൽക്കുകയല്ലേ, സൃഷ്ടിക്കുന്നതിന് തന്നെ കുഴപ്പം. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പാഴും ശൂന്യവുമായ ഭൂമിയെ നോക്കിക്കിട്ട് ദൈവം പറയാൻ ആരംഭിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. ബറിഷിത് ബാര എലോഹീം എറ്റ് ഹഷാമയീം
എറ്റ് ഹ റെറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് ബെറിഷിത്ത്? ബെറിഷിത്ത് എന്ന് പറഞ്ഞാൽ ആദിയിൽ, ആദിയിൽ. ബാരാ, ബാര എന്ന് പറഞ്ഞാൽ സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. അതാ ദൈവം ചെയ്യുന്നേ. ബാര, സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. എലോഹീം, ഇത് ദൈവത്തിന്റെ പ്ലൂറൽ നെയിമാണ്. എലോഹീം എന്നാ കേട്ടോ. അത് എബ്രായ ഭാഷയിൽ എലോഹീം എന്നാ. നമ്മുടെ മലയാളത്തിൽ എലോഹി എന്ന് എഴുതിയിരിക്കുന്നത്, പക്ഷെ അത് വായിക്കുമ്പോൾ എലോഹീം. അത് ദൈവത്തിന്റെ പ്ലൂറാലിറ്റിയാണ്. എലോഹീം, എറ്റ്. ഒരു ഭാഷയിലും തർജ്ജമ ചെയ്യാത്ത ഒരു എബ്രായ വാക്ക് അവിടെ കിടപ്പുണ്ട്. എറ്റ് പറഞ്ഞ എല്ലാവരും എന്ന് പറഞ്ഞ എറ്റ് പറഞ്ഞ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എബ്രായ ഭാഷ 22 അക്ഷരമാണ്. 22 അക്ഷരത്തിന്റെ ആദ്യത്തെ അക്ഷരമായ അലേഫും അവസാനത്തെ അക്ഷരമായ താവു, ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന വാക്കിന് പറയുന്ന പേരാണ് യെറ്റ് എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും, അൽഫയും ഒമേഗയും എന്നൊക്കെ പറയുന്ന യേശു ക്രിസ്തു ആ സൃഷ്ടിയുടെ ആദ്യത്തിൽ സൃഷ്ടികർത്താവായി അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. സ്തോത്രം. അപ്പം ബെറിഷിത്ത് ബാര എലോഹീം എറ്റ് ഹഷാമയീം, ദൈവം സൃഷ്ടിക്കുവാൻ ആരംഭിച്ചു. എങ്ങനെയാ സൃഷ്ടിച്ചത്? തന്റെ വായിലെ ശ്വാസത്താൽ. ഇബ്രായ ലേഖനത്തിൽ ആ വാക്യമുണ്ട്, സങ്കീർത്തനത്തിൽ ആ വാക്യം എഴുതിയിട്ടുണ്ടല്ലോ. വേണ്ട ഈ സ്ക്രീനിൽ ഒന്ന് നോക്കിക്കേ. ഈ സ്ക്രീനിലോട്ട് നോക്കി ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 33:6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ബിദ്ബാർ അഡനായി ഷമായി നസുബരത്വ പിക്വലൽ സബം എന്ന് പറഞ്ഞാൽ ദൈവം ഒരൊറ്റ വാക്കുകൊണ്ട് അല്ലെങ്കിൽ വായിലെ ശ്വാസം കൊണ്ട് ഈ ഉലകത്തിൽ കാണുന്ന സകലതും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിർമ്മിച്ചു. സ്തോത്രം, 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 സ്തോത്രം. ആ ഒരൊറ്റ വാക്ക, ഒറ്റ വാക്ക ബിദ്ബാർ എന്ന് പറയും. അതിന്റെ ക്രിയാപദം ഒറ്റ വാക്യമുള്ള കെ എച്ച് എന്നൊന്ന് എഴുതിയിട്ട് അതൊന്ന് ഉച്ചരിച്ച് നോക്കിയ. കെ എച്ച് എന്നൊന്ന് എഴുതിയിട്ടൊന്ന് ഉച്ചരിച്ച് നോക്കിയ. അത്രേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ. ഇത്രയും പറഞ്ഞ് ഭൂമിയിലുള്ള സകലതും ഉളവായി എന്ന അർത്ഥം. സ്തോത്രം. അപ്പൊ ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവം സൃഷ്ടിക്കുക. അതിന്റെ മുമ്പിലുള്ള വാക്ക് എബ്രായ ഭാഷയിൽ കാണണമെങ്കിൽ ഇവിടെ നോക്കിക്കോ, ഇവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് വായിച്ചേ. ആരെങ്കിലും ഒന്ന് വായിച്ചേ. നോക്കിക്കോണം. ബെറിഷിത്ത്, അതിനാ ഉൽപ്പത്തി എന്ന് പറയുന്നത് കേട്ടോ. ആരംഭം. ബെറിഷിത്ത്, ഉൽപ്പത്തി, അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് എന്ന് പറയാം. ബെറിഷിത്ത്. ബാര, ബാര എന്ന വാക്കിന്റെ അർത്ഥം സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഓക്കെ, സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക, സൃഷ്ടിക്കുക, നിർമ്മിക്കുക, അതിന് പറയുന്ന പേരാണ് ബാര. ഓക്കെ, ബാര എക്സ് നിഹിലോ എന്ന് പറയും. ബാര എക്സ് നിഹിലോ. അപ്പം ബാര എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഈ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേര് ആശ എന്നാ കേട്ടോ. റൂട്ട് വേർഡ് പഠിക്കുമ്പോൾ അതും കൂടെ പഠിച്ചിരിക്കാം. ആശ എന്ന് പറഞ്ഞാൽ ആശാരി തടിയിൽ നിന്ന് ഒരു കസേര ഉണ്ടാക്കുക. അപ്പൊ അവിടെ മൂലവസ്തു ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സൃഷ്ടിക്കുകയാണ്, അതിന്റെ പേരാണ് ആശ. ഇത് രണ്ടും ചെയ്യാൻ ദൈവത്തിന് കഴിയും. എന്ത് ചെയ്യാൻ കഴിയും? മൂലവസ്തു ഇല്ലാതെ സൃഷ്ടിക്കാനും മൂലവസ്തുവിൽ നിന്ന് ഉണ്ടാക്കുവാനും ദൈവത്തിന് കഴിയും. അപ്പം ബാര ചെയ്യുവാനും ആശ ചെയ്യുവാനും ദൈവത്തിന് കഴിയും. ആ കാര്യം മറന്നു പോകരുത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ലെങ്കിൽ അന്നേരം ആരെങ്കിലും കൈപൊക്കിയും ചോദിച്ചോണേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിൽ വെച്ചോണം. പഠിക്കുന്ന ആളുകൾ ഇത് മനസ്സിൽ വെക്കണം. ആരാ ഇത് ചെയ്യുന്നത്? ബെറിഷിത്ത് ബാര എലോഹീം. ഹീം അല്ല കേട്ടോ. ഇവിടെ എഴുതുമ്പോൾ ഹീം എന്ന് എഴുതുമ്പോഴും വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം?
എലോഹീം. എലോഹിം. എലോഹീം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പ്ലൂറൽ. ദൈവത്തിന്റെ പ്ലൂറൽ. അത് ഏകനായ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏൽ, എലോഹ, എലോഹീം. ഇതാ ദൈവത്തിന്റെ ഏകവചന ബഹുവചനങ്ങൾ. ഏൽ, എലോഹ, എലോഹീം. എലോഹീം. പക്ഷെ ഇവിടെ ഒരു ഗ്രാമർ തെറ്റിയിട്ടുണ്ട്. പഠിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു തൃത്വത്തിന്റെ ഒരാശയം പറയാം. എല്ലാവരും പറയും തൃത്വം തെളിയിക്കാൻ പറ്റത്തില്ല. തൃത്വം തെളിയിക്കാൻ പറ്റാത്തത് മലയാള ഭാഷയിൽ തെളിയിക്കാൻ പറ്റത്തില്ല, ഇംഗ്ലീഷിലും തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ എബ്രായ ഭാഷ അതിന്റെ അല്പമെങ്കിലും അറിയാമെങ്കിൽ തൃത്വം എന്നൊരു ചോദ്യമേ ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? നമുക്ക് മലയാളത്തിൽ ഏകവചനം കഴിഞ്ഞാൽ പിന്നെ സിംഗുലർ കഴിഞ്ഞാൽ പിന്നെ പ്ലൂറൽ. ഇപ്പൊ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേറെ എന്നർത്ഥമേ ഉള്ളൂ. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേറെ, 2 ആകാം, 3 ആകാം, 4 ആകാം. അങ്ങനെയാണ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഈ ഭാഷയെല്ലാം. ഏകവചനം കഴിഞ്ഞാൽ ബഹുവചനത്തിൽ എത്ര വേണേലും ആകാം. പക്ഷെ എബ്രായ ഭാഷയിൽ അങ്ങനെയല്ല. ഏകവചനത്തിന് ഒരു വാക്കുണ്ട്, 2 മാത്രം ഉള്ളതിന് ഒരു വാക്കുണ്ട്, 3 ആണെങ്കിൽ അതിനൊരു വാക്കുണ്ട്, 4 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു വാക്കുണ്ട്. അപ്പം ഒന്നിനെ ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നത്, 2നെ ഉദ്ദേശിച്ചു അല്ല പറയുന്നത്, 3 എന്ന ഉദ്ദേശത്തിലാണ് എലോഹിം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ 3 എന്നാണ്. എലോഹീം. മനസ്സിലായോ? രണ്ടാമത്, ഈ എബ്രായ ഭാഷയില് നൗണ് ഏകവചനമാണെങ്കിൽ വെർബ് അല്ലെങ്കിൽ ക്രിയയും ഏകവചനത്തിലായിരിക്കണം. അതാണല്ലോ ഗ്രാമറിന്റെ തത്വം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. നൗണ് ഏകവചനത്തിലാണെങ്കിൽ, നാമം ഏകവചനത്തിലാണെങ്കിൽ ക്രിയയും ഏകവചനത്തിൽ ആയിരിക്കണം. അതാണ് ഗ്രാമർ തത്വം. പക്ഷെ ഇവിടെ എലോഹീം എന്നുള്ളത് ഏകവചനമല്ല, ബഹുവചനമാണ്. പക്ഷെ ബാര എന്നുള്ള ക്രിയ ബഹുവചനത്തിലല്ല, ഏകവചനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ഗ്രാമർ മനസ്സിലായോ? മനസ്സിലായോ മോളി സിസ്റ്ററെ? മനസ്സിലായി. എലോഹീം എന്നുള്ളത് നാമമാണ്. ആര് ചെയ്തു? എലോഹീം, ത്രിയേക ദൈവം. അത് ബഹുവചനമല്ലേ? ബഹുവചനമാ. ആ ബഹുവചനം അല്ലെങ്കിൽ ആ നാമം ചെയ്ത ക്രിയ എന്താ? ബാര. ബാര എന്നുള്ളത് ബഹുവചനത്തിലാകണമായിരുന്നു. പക്ഷെ ഇവിടെ ഏകവചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ 3 പേരെന്നല്ല അതിന്റെ അർത്ഥം, ത്രിയേക ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു സ്തോത്രം പറയാം. സ്തോത്രം. ഈ തൃത്വമൊക്കെ തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, വളരെ വളരെ ഈസിയാ. നമ്മൾ ഈ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ പോകുമ്പോഴാ അതിനൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസ് വരുന്നത്. പക്ഷെ എബ്രായ പദത്തില്, അത് എബ്രായ ഭാഷ അറിയാവുന്ന ഒരാളിന് അതൊരു കൺഫ്യൂഷനേ അല്ല. ഇതുപോലെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ ത്രിയേക ദൈവം ഉണ്ട്. ഓക്കെ. എലോഹീം, എറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യനും അന്ത്യനും. അലേഫ് ആൻഡ് തോ, അത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു വാക്ക് കിട്ടുന്നതാണ് എറ്റ്. ഐറ്റി അല്ല, ഈറ്റി. അത് എറ്റ് എന്ന് വായിക്കും. എറ്റ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാല്, എബ്രായ ഭാഷയുടെ ആദ്യത്തെ വാക്കായ അലേഫും അവസാനത്തെ അക്ഷരമായ തൗ, രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് എറ്റ് എന്ന പദം ഉണ്ടാകുന്നത്. ആ എറ്റ് എന്ന് പറയുന്ന പദം ആരെ കാണിക്കുന്നു? ആദ്യനും അന്ത്യനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അതിന് തർജ്ജമ മലയാളത്തിൽ ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. അതിന്റെ അർത്ഥം സൃഷ്ടിയുടെ ആദ്യത്തിങ്കൽ, അവൻ സർവ സൃഷ്ടിയുടെയും ആദ്യജാതനാണ്. ഹല്ലേലൂയ. ഹഷാമയീം എന്ന് പറഞ്ഞാൽ ഈ അനന്ത വിഹായസുകളെയും, കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും ആയ അനന്ത വിഹായസുകളെ ദൈവം നിർമ്മിച്ചു. ഓക്കെ.
ഞാൻ എൻ്റെ അലെഫ് എന്നുള്ളതിന്റെ എ ആണോ ഫസ്റ്റ്? അലെഫ് ഇ ആണോ? അലെഫ് അലെഫ് ALEF ALEF. ഇവിടെ ഏറ്റെന്നല്ല ET അല്ലേ? അതെ, അത് അതിന്റെ ഉച്ചാരണമാണ് ഏറ്റെന്ന്. അലേഫ് തോവെന്നുള്ള ആ അക്ഷരമല്ല. അലേഫ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴല്ലേ എ വരുന്നത്. പറയാനല്ലോ ഇംഗ്ലീഷ് എ വരുന്നത്. ഇംഗ്ലീഷിൽ എടുക്കുന്നത് ഇബ്രായ ഭാഷയില് അലേഫ് എഴുതുന്നു. ഒറ്റ അക്ഷരേ ഉള്ളത്. അപ്പൊ അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നതാണ് എറ്റ്. ഓക്കെ. അപ്പൊ ഈ സ്ക്രീൻ ഞാൻ മാറ്റുവാണ്. അടുത്തതിലേക്ക് ഞാൻ തിരിച്ചു വരും. ഇപ്പം പറഞ്ഞത് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് പാഴും ശൂന്യവുമായി കിടന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം സൃഷ്ടിക്കുവാൻ ആരംഭിച്ചു. പാഴും ശൂന്യവുമായ ഭൂമിയെ സൃഷ്ടിച്ചു. റിപ്പയറിംഗ് ദ വേൾഡ് എന്ന് പറയും. റിപ്പയറിംഗ് ദ വേൾഡ്. തിക്കും ഒലാം. ഇതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വാക്ക് പെട്ടെന്ന് ഓർക്കും അല്ലെ? തിക്കും ഒലാം. പാഴും ശൂന്യവുമായ പോയ ഭൂമിയെ വീണ്ടും പുനരധിവാസ യോഗ്യമാക്കുന്നതിന് പറയുന്ന പേരാണ് തിക്കും ഒലാം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റിപ്പയറിംഗ് ദ ബ്രോക്കൺ വേൾഡ്. റിപ്പയറിംഗ് ദ ബ്രോക്കൺ വേൾഡ്. എത്ര ലോകമുണ്ട്? ഇബ്രായ ഭാഷയിൽ വായിക്കുമ്പോൾ എത്ര ലോകമുണ്ട്? പഠിച്ചവരെന്ന് പറഞ്ഞേ. 3. പഠിച്ചവരെന്ന് പറഞ്ഞേ. 4. ഓർമ്മയില്ലല്ലോ, ഒത്തിരി കാലം മുമ്പായിരിക്കും അത് പഠിച്ചത്. അതുകൊണ്ട് ഒരുപക്ഷെ ഓർമ്മയിൽ വരികയില്ലായിരിക്കും. 5 ലോകത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. 5 വേൾഡ്. 5 ലോകം. ഏതൊക്കെയാ? 1, നമ്മളിപ്പോൾ അധിവസിക്കുന്ന ലോകം. അതാണ് ഒലാം ഹസേ. ഒലാം ഹസേ. ഞാൻ നോക്കട്ടെ, ഈ എൻ്റെ നോട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്കത് കാണാൻ പറ്റും. കാണാൻ പറ്റുന്നുണ്ടോ? വലുതാക്കാമോ? ഒരു മിനിറ്റ്. വലുതാക്കാമോ? ഒരു മിനിറ്റ്. വലുതാക്കി. കാണാമോ? കാണാമോ? കാണാം. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. ഞാൻ ഇത് പവർ പോയിന്റിന്റെ അകത്ത് ഇട്ടിട്ടില്ല. ഇതെന്റെ ലെക്ചർ നോട്ടാണ്. അത് സ്ക്രീൻഷോട്ട് എടുത്താൽ ഇതിന്റെ ഫോട്ടോ അതുപോലെ കിട്ടും. എന്താണ് ഒരു ലോകം? ഒന്നാമത്തെ ലോകമാണ് ഒലാം ഹസേ. ഒലാം ഹസേ എന്ന് പറഞ്ഞാൽ ദിസ് വേൾഡ്, നമ്മൾ അധിവസിക്കുന്ന ലോകം. 2, അഡോൺ ഒലാം എന്ന് പറയും. അഡോൺ ഒലാം എന്ന് പറഞ്ഞാൽ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ലോകം. അഡോൺ ഒലാം. ഒലാം എന്ന് പറഞ്ഞാൽ ലോകം എന്ന് അതിന്റെ അർത്ഥം. ലോകം. അഡോൺ ഒലാം. 3, ടിക്കും ഒലാം. ടിക്കും ഒലാം എന്ന് പറഞ്ഞാൽ റിപ്പയറിംഗ്, ഹീലിംഗ് ഓർ പെർഫെക്റ്റിംഗ് ദ ബ്രോക്കൺ വേൾഡ്. തകർന്നുപോയ, വീണുപോയ, പാഴും ശൂന്യവുമായ ലോകത്തെ റിപ്പയർ ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ടിക്കും ഒലാം. അതിനാണ് മിനിസ്ട്രി എന്ന് പറയുന്നത്. അതാണ് മിനിസ്ട്രി. രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, പിന്നെ സർവ്വലോകത്തോടും സുവിശേഷം പ്രസംഗിക്കുക. അതൊക്കെയാണ് റിപ്പയറിംഗ് ദ ബ്രോക്കൺ വേൾഡ്. അതാണ് ടിക്കും ഒലാം. ടിക്കും ഒലാം. 4മത്തതാണ് ഒലാമൊത്ത്. ഒലാമൊത്ത് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ലോകമാണ്. സ്പിരിച്വൽ വേൾഡ് ആണ്. അതിനാ സഭ എന്നൊക്കെ പറയുന്നത്. സ്പിരിച്വൽ വേൾഡ്. കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയാം. കിങ്ഡം ഓഫ് ഗോഡ്. തെയോക്രാറ്റിക് കിങ്ഡം. തെയോക്രാറ്റിക് കിങ്ഡം. ക്രിസ്തു കേന്ദ്രീകൃത രാജ്യം.
ഒലാമോത്ത്. അപ്പോ തിക്കും ഒലാമിൽ നിന്ന് ആളുകളെ ഒലാമോത്ത്, ദൈവം ഈ ഭൂമിയിൽ വിഭാവനം ചെയ്ത ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് സ്പിരിച്വൽ വേൾഡ്. അഞ്ചാമത്തതാണ് ഒലാം ഹബ്ബാ എന്ന് പറയും. ഒലാം ഹബ്ബാ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചക്രവാളത്തിനപ്പുറമുള്ള നിത്യത. ചക്രവാളത്തിനപ്പുറമുള്ള നിത്യത. അപ്പൊ നമ്മൾ ഈ 5 ലോകത്തൂടെ കയറി ഇറങ്ങിപ്പോകും. വേദപുസ്തകം മുഴുവൻ ഈ 5 ലോകത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് ഉള്ളത്. ഓക്കെ, ഞാൻ സ്ക്രീൻ മാറ്റിക്കോട്ടെ. യെസ്. ഓക്കെ. അപ്പം ബ്രോക്കൺ വേൾഡിനെ കർത്താവ്, തകർന്നുപോയ ലോകത്തെ, പാഴും ശൂന്യവുമായ ആ ലോകത്തെ കർത്താവ് വീണ്ടും പണിയുകയാണ്. അതാണ് അവോത്ഥ. പ്രാർത്ഥനയുടെ 2ാമത്തെ പദം അവോത്ഥ. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തൻ്റെ ഡിവൈൻ വിസ്ഡം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിച്ചിട്ട് ഒരു ഡിവൈൻ ആക്ടിവിറ്റി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ്? തൻ്റെ ഡിവൈൻ വിസ്ഡം ഉപയോഗിച്ചിട്ട് അഡ്സുലിത്ത് എന്ന് പറയും. അഡ്സുലിത്ത് എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ഡിവൈൻ വിസ്ഡം ഉപയോഗിക്കുക. അഡ്സുലിത്ത്. എന്നിട്ട് തൻ്റെ ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ബെറിയാക്ക് എന്ന് പറയും. ബെറിയാക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക? അസയ്യ, ഡിവൈൻ ആക്ടിവിറ്റി. ദൈവം ഇന്നും പാഴും ശൂന്യമായതിൽ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നിട്ടില്ല. എന്നും ക്രിയാത്മകമായി ദൈവം തന്റെ ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. അതാണ് ഹയ്യ എസർ ഹയ്യ എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഞാൻ ആദിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത് ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഇംഗ്ലീഷുകാർ തർജ്ജമ ചെയ്തപ്പം കുറച്ച് പിടികിട്ടാത്ത വാക്ക് അതിൻ്റെ അകത്ത് എഴുതിയിട്ട് അയാം ദാറ്റ് അയാം എഴുതി വെച്ചു. നമ്മൾ എന്ത് ചെയ്യാനതിനകത്ത്? അയാം ദാറ്റ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആർക്കും ഒരു പിടുത്തവും കിട്ടുകയില്ലാത്ത പോലെ അത് മലയാളത്തിലും കൂടെ തർജ്ജമ ചെയ്തു. പക്ഷെ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഡിവൈൻ ആക്ടിവിറ്റി. ദൈവം ഇന്നും അത് ആ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ അതിന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? He is giving life. He is giving life. ഞാൻ ആദിയിൽ എന്ത് ചെയ്തിരുന്നുവോ, ഗിവിംഗ് ലൈഫ്, ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു, ജീവനെ കൊടുത്തുകൊണ്ടിരുന്നു, അത് ഞാൻ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് ദൈവം മോശയോട് പറഞ്ഞത്. ഞാൻ നിനക്ക് എന്തായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ, നിനക്ക് ഞാൻ അതായിരിക്കുന്നു. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഞാൻ ആ വാക്കിൽ നിന്ന് വളരെ വേഗം തിരിച്ച് വരികയാണ്. പ്രാർത്ഥനയുടെ 2ാമത്തെ വാക്ക് എന്താണ്? പറഞ്ഞേ. അവോത്ഥ. മറക്കരുതേ. എന്താണ് അവോത്ഥ എന്ന വാക്കിന്റെ അർത്ഥം? അസംസ്കൃത വസ്തുവിൽ പ്രവർത്തിച്ചിട്ട് പ്രയോജനപ്രദമായ മറ്റൊരു വസ്തുവായിട്ട് രൂപാന്തരപ്പെടുത്തുന്നതിന് പേരാണ് അവോത്ഥ. അപ്പം പ്രാർത്ഥന എന്താണ്? ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് അസംസ്കൃത വസ്തുവായി മൂലവസ്തു മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എങ്കിലും അത് വെച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തിലെ സ്വപ്നം സാക്ഷാത്കരിച്ച് ആ അസംസ്കൃത വസ്തുവിനെ നിങ്ങളുടെ കയ്യിൽ പ്രയോജനപ്രദമായ മറ്റൊന്നാക്കി തീർക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും അസാധ്യമാകയില്ല എന്ന് പറയുന്നതിന് കാര്യം. പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും അസാധ്യമാകയില്ല. ഹല്ലേലൂയ. അസാധ്യങ്ങളെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ സമീപിക്കണം. അസാധ്യങ്ങളെ ഒരു ചെറിയ പ്രാർത്ഥനയോട് സമീപിക്കണം. നെഹമ്യാവിനോട് ചോദിക്കുന്നുണ്ട്. നെഹമ്യാവിനെ കളിയാക്കി. 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ 5 കാര്യം പറഞ്ഞ കളിയാക്കി. സ്തോത്രം.
ഈ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് ഇവയെ ജീവിപ്പിക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവൻ ജീവൻ ഉത്പാദിപ്പിക്കുമോ? ഇതിനെ വീണ്ടും ജീവിപ്പിക്കുമോ? ശരിയല്ലേ ചോദിച്ചത്? പക്ഷെ നെഹമ്യാവിന് ആകെ ഒരു ഉത്തരമേ ഉള്ളൂ. എന്ത് ചോദിച്ചാലും ആ മനുഷ്യൻ ഒരു ഉത്തരം പറയും: സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ആമേൻ. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. അത് എവിടെ നിന്നാന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ആരാ നടത്തി തരുന്ന അറിയത്തില്ല. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരമാണോ അതൊന്നും എനിക്കറിയത്തില്ല. കല്ലുണ്ടോ, മണ്ണുണ്ടോ, മേസ്തിരി ഉണ്ടോ, സെക്യൂരിറ്റി ഉണ്ടോ, ഇത് പണിയാൻ വല്ലൊരു സഹായിക്കോ, ഇതൊന്നും എനിക്കറിയത്തില്ല. പണി വലുതാണ്, വലിയ പണിയാ. ഒരു ദേശത്തിന് ചുറ്റും മതില് കെട്ടുന്ന വലിയ പണിയാ. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീരുകയില്ല. അതിനുള്ള മെറ്റീരിയൽ ഇല്ല, റിസോഴ്സസ് ഇല്ല, പണമില്ല, പണിക്കാരില്ല, സഹായികളില്ല, ശത്രുക്കൾ മാത്രം നിൽക്കുമ്പോൾ ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ അവോധ. ചുരുക്കം പറയട്ടെ, 52 ദിവസം കൊണ്ട് പണി തീർന്നു. Praise the Lord. ആരും ഒരു സ്വോത്രം പോലും പറയുന്നില്ല. ഹല്ലേലൂയ. ആ, സ്തോത്രം. Praise the Lord. 52 നോക്കണം. ഈ പണി തുടങ്ങിയപ്പോ 52 കൊണ്ട് തീരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? നെഹമ്യാവ് ആമേൻ. പോലും ഓർത്തു. പ്രിയപ്പെട്ടവരെ, കണ്ണ് അടച്ച് ദൈവത്തിൽ വിശ്വസിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവോധ, അതാണ് പ്രാർത്ഥന. അവോധ. മൂന്നാമത്തെ വാക്ക് പറയാൻ എൻ്റെ പക്കൽ സമയം വളരെ കുറവാണ്. മൂന്നാമത്തെ വാക്ക് തെഫില്ല എന്ന് പറയും. തെഫില്ല. TEFFILAH. തെഫില്ല. ഞാൻ സ്ക്രീനിൽ കാണിക്കാം, നോക്ക്. ഒരു മിനിറ്റ് പാസ്. കാണാൻ കഴിയുന്നുണ്ടോ? TEFILAH. FILAH. തെഫില്ലാഹ്. തെഫില്ലാഹ്. ഇതാണ് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ റൂട്ട് വേർഡ്. തെഫില്ലാഹ്. നമ്മൾ മലയാളത്തിലൊക്കെ ഇതിന് പ്രാർത്ഥന എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ എബ്രായ വാക്കിൽ തെഫില്ല എന്ന് കാണുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിൽ ഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ. പലാൽ എന്ന വാക്ക് മലയാളത്തിൽ പ്രാർത്ഥന എന്നേ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ പഠിക്കുന്ന ആളുകൾ അവിടെ പലാൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ അർത്ഥം ഹൃദയത്തിൽ ഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവോധ എന്ന വാക്ക് മലയാളത്തിൽ പ്രാർത്ഥന എന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചോ. തെഫില്ല എന്ന വാക്ക് കാണുമ്പോൾ ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. തെഫില്ല. ഓക്കെ. എങ്ങനെ? അക്ഷരങ്ങളില്ലാത്ത, വാക്കുകളില്ലാത്ത പ്രാർത്ഥനയ്ക്ക് പറയുന്ന പേരാണ് തെഫില്ല. തെഫില്ല എന്ന് പറഞ്ഞാൽ ഇതിന് മറ്റൊരർത്ഥമുണ്ട്. അതിന് ഒരർത്ഥമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വാക്കുകളില്ലാതെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് തെഫില്ലയാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം. ചോദിക്കുന്നതിന് വാക്കുകളുണ്ട്, പക്ഷെ നനയ്ക്കുന്നതിന് വാക്കില്ലല്ലോ. ഇല്ല. അതാണ് ഹന്നായുടെ പ്രാർത്ഥന. വാക്കുകളില്ല. നെഹമ്യാവിന്റെ പ്രാർത്ഥന, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. വാക്കുകളുണ്ടോ? ഇല്ല. അതാണ് തെഫില്ല. അതിന് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, തെഫില്ല എന്ന വാക്കിന്റെ അർത്ഥമാണ് അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. JOIN, ജോയിൻ ചെയ്യുക. ബൈൻഡ് ടുഗദർ. As though the two pieces of a broken vessel are pieced together to make the whole again. എന്താണ്? Two pieces of a broken vessel are placed together to make it whole again. നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പാത്രം താഴെ വീണാൽ ആ താഴെ വീണ് പൊട്ടിപ്പോയ പാത്രത്തെ വീണ്ടും കയ്യിലെടുത്തിട്ട് അത് വീണ്ടും അതായിരുന്നത് പോലെ കൂട്ടിയോജിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് തെഫില്ലാഹ്. സ്തോത്രം. തെഫില്ലാഹ്.
അത് എബ്രായ ഭാഷയിലെ ഈ ഇയ്യോബ് അത് കൂടുതൽ പറഞ്ഞത്. ഇയ്യോബ് പറഞ്ഞു, ഒന്ന് വായിച്ചേ, ഇയ്യോബിന്റെ പുസ്തകം 19:20. 19:20 ഒന്ന് വായിച്ചേ. ഇപ്പം നോക്കിയൊരു വാക്കാണ്, ഒന്നുകൂടെ ഒന്ന് വായിച്ചു. 19:20. എന്റെ അസ്ഥി ത്വക്കിനോടും മാംസത്തോടും പറ്റിയിരിക്കുന്നു. 19:25. സോറി, 19:25. 25. എന്നെ വീണ്ടെടുക്കുന്നതാണ് ജീവിച്ചിരിക്കുന്നത്. എന്നും അതിനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ നോക്കിയേ, സ്ക്രീനിലോട്ട് നോക്കിയേ. എൻ്റെ എബ്രായ വാക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇയ്യോബ് 19:25. എന്നിട്ട് ആ മലയാളം ബൈബിളിൻ്റെ അകത്ത് ആ ഓരോ വാക്കിനും താഴെ ഈ വാക്കുകളൊന്ന് എഴുതി വെച്ചാൽ ഈ വാക്കുകൾ വായിക്കുമ്പോൾ ഒരു സ്തോത്രം പറയാം. എന്താ എഴുതിയിരിക്കുന്നേ? ഇതിനൊക്കെ എബ്രായ ഭാഷയിൽ നല്ല തർജ്ജമ പറയാനില്ല, ഞാൻ ഈ അർത്ഥം പറയാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും. പൊടി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിൽക്കുന്ന, പൊടിക്കകത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ മണ്ണിനകത്ത് നിൽക്കുന്നല്ല, എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി. അവൻ ഒടുവിൽ വിഭാവനം ചെയ്യുന്ന ആ ലോകത്ത് ദൈവത്തിന്റെ തെയോക്രാറ്റിക് കിങ്ഡം പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇവിടെ ഒരു പദം ഉച്ചരിച്ചിട്ടുണ്ട്, അത് പറയാനാണ് ഞാൻ അതുവഴി വന്നത്. എന്നെ വീണ്ടെടുക്കുന്നവൻ. ഒന്ന് പറഞ്ഞേ, എന്നെ വീണ്ടെടുക്കുന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു പദമുണ്ട്, വീണ്ടും എടുക്കുക. റെഡീമർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. പക്ഷെ അതിനേക്കാളും ഒക്കെ ഒരു എബ്രായ പദം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗോ അലി എന്നാണ്. ഗോ അലി അനി അദാത്തി ഗോ അലി ഹേ എന്ന വാക്ക്. ഗോ അലി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയാപദമാണ്. പക്ഷെ അതിന്റെ നാമം ഗോ ആൽ എന്ന് പറയാം. ഗോ ആൽ, ഗോയൽ അല്ല. ഗോയൽ നമ്മളിവിടെ ഈ ലഡോസറയിലൊക്കെ ഉള്ള ഒരാളാണ്, ആ പുള്ളിയല്ല. ചാന്ദിനി ചൗക്കിലുള്ള ചാന്ദിനി ചൗക്കിൽ ചെന്ന കച്ചവടക്കാരുണ്ട്. അവിടെ കാണാം. ഇത് വേറൊരാളാണ്. ഇയ്യോ പറയുന്ന വേറെ ആളാണ്. ഗോ ആൽ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പുകാരനെന്നേ അതിനെ തർജ്ജമ ചെയ്യാൻ പറ്റൂ. കാരണം മലയാളം പദപ്രയോഗം, മലയാളം ഭാഷ അത്രയും വികസിക്കാത്ത കാലത്താണ് ആ വാക്ക് ഉപയോഗിച്ചത്. പക്ഷെ ഗോയാലിന്റെ അർത്ഥം ഞാൻ പറയാം. ഗോയാലിന്റെ അർത്ഥം, ഒന്ന്, എൻ്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആള്. എന്നെ ഗോ ആൽ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളാണ്. രണ്ട്, എനിക്ക് ആവശ്യമായതൊക്കെയും തരുന്നവൻ. അതാ ഗോയാൽ എന്ന വാക്കിന്റെ അർത്ഥം. എനിക്ക് ആവശ്യമുള്ളതൊക്കെയും തരുന്നവൻ. മൂന്ന്, ഇനി അവൻ തന്നത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് അതെനിക്ക് മടക്കി തരുവാൻ പ്രാപ്തിയുള്ളവൻ എന്നാണ് ഗോയാൽ എന്ന വാക്കിന്റെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടേ. അവൻ തന്നത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ട സ്ഥലത്ത് ചെന്ന് അതിനെ മടക്കി തരുവാൻ പ്രാപ്തിയുള്ളവനാണ് ഗോയാൽ എന്ന ആള്. അതിന് മലയാളത്തിൽ ഇരിക്കുന്ന വീണ്ടെടുപ്പുകാരൻ. അപ്പം നവോമിയുടെ കുടുംബത്തിൽ ഒരു വീണ്ടെടുപ്പുകാരൻ വന്നു. പേര് പറഞ്ഞേ, ബോവസ്. അതാ വീണ്ടെടുപ്പുകാരൻ. ധനികനായൊരു വ്യക്തി. സകലതുമുള്ള ഒരു വ്യക്തി. നവോമിക്കും രൂത്തിനും അവരുടെ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് മുഴുവൻ എത്ര ഇരട്ടിയാണോ അത്രയും ഇരട്ടി ആ കുടുംബത്തിലേക്ക് മടക്കി കൊടുത്ത ആളിന്റെ പേരാണ് വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. പുസ്തകം വായിക്കുമ്പോ അത് മനസ്സിൽ വെച്ച് വായിക്കണം. വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ കെട്ടിയവനെന്നല്ല അതിന്റെ അർത്ഥം. എന്നെ കെട്ടിയവൻ ആർക്കാ പറ്റത്തില്ല, നമ്മളെല്ലാം കെട്ടിയവന്മാരല്ലേ. ഇങ്ങനെ പറ്റുമോ? സ്തോത്രം. നഷ്ടപ്പെട്ടത് മുഴുവൻ നവോമിക്കും രൂത്തും. നവോമിക്ക് നഷ്ടപ്പെട്ടത് എന്തെന്നറിയാമോ? വാർദ്ധക്യത്തിൽ പോഷകൻ. 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്.
രൂത്തിന്റെ പുസ്തകത്തിൽ 10 കാര്യം എഴുതിയിട്ടുണ്ട് എന്തൊക്കെ വീണ്ടെടുത്ത് കൊടുത്തെന്ന്. ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാം. 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നവോമിയുടെ സെക്യൂരിറ്റിയാ നഷ്ടപ്പെട്ടത്. ഭർത്താവ് നഷ്ടപ്പെട്ടു. എന്റെ വാർദ്ധക്യത്തിൽ എന്നെ ആര് പോറ്റും? എനിക്ക് ആര് ഭക്ഷണം തരും? എന്നെ ആര് സംരക്ഷിക്കും? എന്റെ സെക്യൂരിറ്റി എന്താകും? എന്റെ ഗതി എന്താകും? എന്റെ ഭാവി എന്താകും? നവോമിയുടെ ചോദ്യം ഇതാ. പക്ഷെ ആ ചോദ്യം അല്ല രൂത്തിന്റെ ചോദ്യം. എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. ഭർത്താവ്, നവോമി തന്നെ പറയുന്ന ഒരു വാക്കുണ്ട്, നിനക്കൊരു ഭർത്താവിനെ തരാൻ എനിക്ക് കഴിയില്ല മക്കളെ, നീ തിരിച്ചു വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഓർപ്പ പൊട്ടിക്കരഞ്ഞ് തിരിച്ചുപോയി. അമ്മേ പോകട്ടെ, ഞാൻ പോകട്ടെ, എന്റെ പൊന്നമ്മേ പോകട്ടെ. അമ്മയോട് കൂടിയിരുന്ന നാളെല്ലാം ഒരു ഭാഗ്യവതിയായിരുന്നു ഞാനും. അമ്മേ പോകട്ടെ, പഠിക്കേ, ഞാൻ പോകട്ടെ, എന്റെ പൊന്നമ്മേ പോകട്ടെ. ഓർപ്പ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പോയി. പക്ഷെ രൂത്ത് പോയില്ല, അമ്മാവിയമ്മയോട് ചേർന്ന്. സ്തോത്രം. ഭർത്താവ് ഉണ്ടാകുമെന്നുള്ളൊരാശയില്ല, ഒരു തലമുറ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയില്ല. ഞങ്ങളുടെ വീടും കൂടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു, ഇനി വീണ്ടും വാങ്ങിക്കാവുന്നുള്ളൊരു ആശയില്ല. സ്തോത്രം. കാലാപെറുക്കി കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന രൂത്തിനെയും സംരക്ഷിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുക, നവോമിക്ക് വാർദ്ധക്യകാലത്തിൽ ഒരു സംരക്ഷകനെ കിട്ടി, രൂത്തിന് യൗവനത്തിൽ ഒരു ഭർത്താവിനെയും ഒരു വീണ്ടെടുപ്പുകാരനെയും കിട്ടി. ഹല്ലേലൂയ. അതാണ് ഗോ ആൽ. ബോവസിനെ പോലെ ഒരു ധനികൻ ആ കാലത്തുണ്ടായിരുന്നില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തലമുറയിൽപ്പെട്ട ഒരാള്, ഓബേദിന്റെ ദാവീദിന്റെ വല്യപ്പച്ചന്റെ വംശപാരമ്പര്യത്തിൽ പെടുന്ന 1-ാം തരം ഒരാളിനെ ഒരു ജാതീയ മോബാബ്യ സ്ത്രീയായ പെൺകുട്ടിക്ക് ദൈവം കൊടുത്തു. സ്തോത്രം എന്ന് പറഞ്ഞേ. പുസ്തകം അതാണ് ഗോ ആൽ. അപ്പൊ പ്രാർത്ഥിക്കുന്നവർ ഓർത്ത് തെഫില്ല. എന്താ? ഒരു പ്രതീക്ഷയില്ല. നിങ്ങൾ പറഞ്ഞേ, ഞാനൊരു രൂത്ത, ഞാനൊരു നവോമിയ, ഞാനൊരു ഇയ്യോബ. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം, അപ്പൊ ത്വക്ക് ഡിറ്റാച്ച് ആയി പോയി, അതിനെ ദൈവം അറ്റാച്ച് ചെയ്തു കൊടുത്തു. സ്തോത്രം. എന്ത് ശരീരത്തിൽ ഇറങ്ങിപ്പോയോ ആ ആരോഗ്യത്തെ ദൈവം തിരിച്ച് കൊടുത്തു. സ്തോത്രം. എന്ത് ഇയ്യോബിന് നഷ്ടപ്പെട്ടോ ഇരട്ടിയായി ദൈവം തിരിച്ചു കൊടുത്തു. ആരോഗ്യം തിരിച്ചു കൊടുത്തു, മക്കളെയും തിരിച്ചു കൊടുത്തു, പ്രോപ്പർട്ടിയും തിരിച്ചു കൊടുത്തു. ഇനി വല്ലതും വേണോ? അതാണ് തെഫില്ല. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സിൽ കൂടെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ ജോർജ് അവർ പ്രാർത്ഥിക്കും.